ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ്. ചില്ലി ഗോപി ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ക്ലീനൊന്നും ചെയ്തില്ല, ഫ്ലവർ ഫ്രഷായിട്ടൊന്ന് മേടിച്ച് വന്ന ഫ്ലവറാണ്. പിന്നെ ഇതിൽ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടെന്ന് പറയുന്നത് മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, കടലമാവ് കുറച്ച് യൂസ് ചെയ്യണം. അത് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടുന്ന സമയത്ത് അതിൽ നിന്നും പുറത്ത് പോകാതിരിക്കാൻ, മസാല കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കടലമാവ് കുറച്ച് യൂസ് ചെയ്യണം. പിന്നെ ഫ്ലവർ ചുടുവെള്ളത്തിലിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ആക്കിയിട്ട് വേണം ആക്കണമെങ്കിൽ, പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം, ഉപ്പിട്ട ചുടുവെള്ളമാണ്. ബാക്ടീരിയ പോലെ ഉണ്ടെങ്കിൽ ചാകാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇളക്കി കൊടുക്കണം. അതിലിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചുടുവെള്ളത്തിലാക്കിയത്. ഒരു പുഴു പോലെ വന്നുകഴിഞ്ഞാൽ ചാകാൻ വേണ്ടിയിട്ടാണ്. ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഫ്ലവറായാൽ അതിൽ പുഴു ഇടാൻ ചാൻസ് കൂടുതലാണ്. ഒന്നും കാണാനില്ല, എല്ലാം ചത്ത് പുറത്ത് വരും. മറ്റൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മസാല കറക്റ്റായിട്ട് വരണം. മസാല ഇടാൻ വേണ്ടി കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യണം. ഇതിൽ തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്താൽ ഒഴിക്കാം. കുറച്ച് മിക്സ് ചെയ്ത് ഉപ്പിട്ടു. ഗരം മസാല ആവശ്യത്തിനനുസരിച്ച് ഗരം മസാല ഒക്കെ ഇടുക. അതുപോലെ തന്നെ കടലമാവ് ഏറ്റവും അവസാനം ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് എല്ലാവർക്കും അതിൻ്റേതായ രീതിയിലിടുക. പിന്നെ കടലമാവ് അതേപോലെ കുറച്ച് ഇടുക. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഇതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മസാല പിടിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് എടുത്ത് വെക്കാം. അല്ല, എണ്ണ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെക്കുന്ന ഫ്ലവർ നമുക്ക് അതിലേക്ക് ഇടാം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലവർ ഇട്ടിരിക്കുകയാണ്. എണ്ണ ഭയങ്കര ചൂടായ കാരണം പെട്ടെന്ന് ആകുന്നുണ്ട്. സ്വാദിഷ്ടമായി കഴിഞ്ഞാൽ ചില്ലി ഗോപി റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്.